ഹലോ എവരി വൺ, വെൽക്കം ടു എജു പ്ലസ്. അപ്പോൾ കുട്ടികളെ നമ്മൾ ഇന്ന് അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ബേസിക്സ് ഓഫ് അസസ്മെൻറ്റ് പെട്ടെന്നൊന്ന് പഠിച്ചു മൊത്തത്തിലൊരു റിവിഷൻ നടത്താമെന്നാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, എന്താണ് അസസ്മെൻറ്റ്, അതിൻ്റെ മീനിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ എന്താ മൊത്തത്തിൽ അസസ്മെൻറ്റ് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയണം. പിന്നെ അസസ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ്, ഇവാലുവേഷൻ, എക്സാമിനേഷൻ, ഈ ടേംസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പഠിക്കാനുണ്ട്. അതിന് ശേഷം റോൾ ഓഫ് അസസ്മെൻറ്റ് ഇൻ ലേണിംഗ്, അതിൽ തന്നെ അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആൻഡ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ഈ മൂന്നെണ്ണം ആസ്, ഫോർ ആൻഡ് ഓഫ് ലേണിംഗ് ഓഫ് അസസ്മെൻറ്റ് എന്താണെന്ന് പഠിക്കാനുണ്ട്. അതിന് ശേഷം പഠിക്കാനുള്ളതാണ് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. പിന്നെ പർപ്പസസ് ഓഫ് അസസ്മെൻറ്റ് പഠിക്കാനുണ്ട്. അതിനുശേഷം പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെൻറ്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെൻറ്റിൽ തന്നെ കുറച്ച് ക്രൈറ്റീരിയ, കുറച്ച് ഡിവിഷൻസ് വരുന്നുണ്ട്. പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു സെലക്ഷൻ ഓഫ് മെത്തേഡ്സ് ഫോർ അസസ്മെൻറ്റ്, കളക്ഷൻ ഓഫ് അസസ്മെൻറ്റ് ഇൻഫർമേഷൻ, ജഡ്ജിങ് ആൻഡ് സ്കോറിംഗ് ഓഫ് സ്റ്റുഡൻറ്റ് പെർഫോമൻസ്, സമ്മറൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട്സ്, റിപ്പോർട്ടിംഗ് ഓഫ് അസസ്മെൻറ്റ് ഫൈൻഡിങ്സ്. ഇത്രയും ടോപ്പിക്ക് വരുന്ന സിലബസിൽ കാണുമ്പോൾ, എഴുതിയത് കാണുമ്പോൾ കുറച്ച് വലുപ്പമുണ്ട് തോന്നുന്നുണ്ടെങ്കിലും വളരെ ചെറിയൊരു യൂണിറ്റാണ്. എളുപ്പത്തിൽ പഠിച്ചു പോകാം. നമുക്ക് നോക്കാം ആദ്യം. അപ്പോൾ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസസ്മെൻറ്റ് എന്താ? അസസ്മെൻറ്റ് ഇൻവോൾവ്സ് ഗ്യാദറിങ് ഇൻഫർമേഷൻ ഓൺ സ്റ്റുഡൻസ് നോളജ്, സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ് റിഗാർഡിംഗ് ദെയർ പ്രോഗ്രസ് ആൻഡ് അച്ചീവ്മെൻറ്റ്. നമ്മൾ കുട്ടികളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാണ്. അത് വെറുതെ നമ്മൾ നോക്കിയിട്ട് നമ്മളിങ്ങനെ നോക്കി വെറുതെ നമ്മുടെ ഒരു ഊഹാപോഹത്തിൽ ഉണ്ടാക്കുകയല്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് ആ കുട്ടികളെ പറ്റിയിട്ട്, നമ്മുടെ മുന്നിലിരിക്കുന്ന സ്റ്റുഡൻസിനെ പറ്റിയിട്ട്, അവരുടെ നോളജ് എന്താണ്, സ്കില്ലുകൾ എന്താണ്, എബിലിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ പൊട്ടൻഷ്യൽസ് ആണുള്ളത്, അതിനെയൊക്കെ പറ്റിയിട്ട് ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാക്കുക. അതായത് കൃത്യമായിട്ട് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസും മെത്തേഡ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കുന്നതിനെയാണ് അസസ്മെൻറ്റ് എന്ന് പറയുക. ഇനി അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു വെക്കണം. നമ്മൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ, ഒരു എസ്സേ ഒക്കെ ചോദിക്കുകയാണ് അസസ്മെൻറ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു എസ്സേ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ സമ്മേറ്റീവ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാവും പറയുണ്ടാവുക. എന്നിരുന്നാലും നമുക്ക് അസസ്മെൻറ്റ് എന്താണെന്നുള്ളത് ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ നമുക്ക് അസസ്മെൻറ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആ എക്സ്പ്ലനേഷൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡെഫിനേഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയാവും. അപ്പോൾ ഒരു ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക. ഞാൻ 1-2 ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക. അവിടെ വാലസ്, ലാർസൺ ആൻഡ് എൽസ്മീനൻ പറഞ്ഞത്, assessment is the process of gathering and analyzing information to make instructional, administrative and or guidance decisions for an individual. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഗ്യാദറിങ്, അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാദറിങ് ആൻഡ് അനലൈസിങ് ഇൻഫർമേഷനാണ്. ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, അതേപോലെ അതിനെ അനലൈസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഇൻസ്ട്രക്ഷണൽ, അഡ്മിനിസ്ട്രേറ്റീവ്, ഗൈഡൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, കുട്ടികളെ പഠിപ്പിക്കാനും അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും മറ്റ് തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് കുട്ടികളെ പറ്റിയിട്ട് എന്ത് ചെയ്യാണ്, ഇൻഫർമേഷൻസ് എടുക്കുക, അതിനെ അനലൈസ് ചെയ്യുക. അതിനൊക്കെ ചെയ്യുന്നതിനാണ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഡെഫിനേഷനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കാം. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് അസസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. മെഷറിങ് ലേണിംഗ് ഔട്ട്കംസ്. അസസ്മെൻറ്റ് നടത്തുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം, ലേണിംഗ് ഔട്ട്കംസിനെ മെഷർ ചെയ്യാം. അതായത് ഒരു കാര്യം പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം ഉണ്ടല്ലോ. അപ്പോൾ ഈ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്നുള്ള പേപ്പർ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. നിങ്ങളുടെ സിലബസ് നോക്കിയാൽ അറിയാം. ഈ സിലബസിൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്നുള്ളതിൻ്റെ ആ പേപ്പറിൻ്റെ സിലബസിൽ ഓരോ യൂണിറ്റ് വൈസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് എഴുതി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ സിലബസൊക്കെ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആണെങ്കിൽ ഇനിയിപ്പോൾ വന്നതൊക്കെ എന്തായി, ഒബ്ജക്റ്റീവ്സ് മാറിയിട്ട് ലേണിംഗ് ഔട്ട്കം ആയിട്ടുണ്ടാവും. അപ്പോൾ അതെന്തായി, ലേണിംഗ് ഔട്ട്കംസ് ഒക്കെ നമുക്ക് എന്തായി, അച്ചീവ് ചെയ്തോ, അത് എത്രത്തോളം അച്ചീവ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു പരീക്ഷ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ സ്കൂളിൽ പോയിട്ട് കുട്ടികളെ അസസ് ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഇതിൻ്റെ ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത്. അപ്പോൾ ലേണിംഗ് ഔട്ട്കം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അസസ്മെൻറ്റ് യൂസ്ഫുൾ ആണ്. അത് അസസ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. ഇൻഫോമിങ് ഇൻസ്ട്രക്ഷൻ, അതേപോലെ തന്നെ എന്താണ്, ടീച്ചേഴ്സിനായാലും കുട്ടികൾക്കായാലും ഫീഡ്ബാക്ക് തരും. ഇപ്പോൾ അസസ്മെൻറ്റ്, കൃത്യമായിട്ട് അസസ്മെൻറ്റ് നടത്തുമ്പോൾ കുട്ടികൾക്ക് അവരുടെ പഠനം എങ്ങനെയുണ്ടെന്നും അതേപോലെ ടീച്ചേഴ്സിന് അവരുടെ പഠിപ്പിക്കൽ എങ്ങനെയുണ്ടെന്നും ഒരു ഫീഡ്ബാക്ക് തരും. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തത് ശരിയായില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ വളരെ നന്നായിട്ട് ചെയ്തോ, ഇതേ രീതിയിൽ തന്നെ പോയാൽ മതിയോ എന്നൊക്കെയുള്ളൊരു ഫീഡ്ബാക്ക് തരും അസസ്മെൻറ്റ്. പിന്നെ ഐഡൻറ്റിഫൈങ് ലേണിംഗ് ഗ്യാപ്സ്, ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തത് ശരിയായോ ശരിയായില്ലേ, പഠിച്ചത് നന്നായോ പഠിപ്പിച്ചത് നന്നായോ എന്നൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നം പറ്റുമോ,
പറ്റിയോ, ലേണിംഗ് ഗ്യാപ്പുകൾ, നമ്മൾ എവിടെയെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ, സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക് പഠിപ്പിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള ലേണിംഗ് ഗ്യാപ്പുകളൊക്കെ എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് അസസ് ചെയ്യുക. നമ്മളൊരു പരീക്ഷ എടുത്തു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് മനസ്സിലായോ, പഠിക്കുന്നുണ്ടോ, പഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നെങ്കിലും മനസ്സിലാവുക ഒരു പരീക്ഷ എടുക്കുക. പരീക്ഷ തന്നെ വേണമെന്നില്ല, അതുപോലെ വേറെ ഏതെങ്കിലും ഒരു അസസ്മെൻറ്റ് നടത്തിയാലേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ലേണിംഗ് ഗ്യാപ്പുകൾ മനസ്സിലാക്കാം. മോട്ടിവേറ്റിംഗ് ലേണിങ്ങിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെ കുട്ടികളുടെ പിന്നാക്കം നിൽക്കുന്ന ഏരിയകൾ എന്താണ്, ആ ഏരിയ പഠിക്കാൻ എന്തെങ്കിലും പുതിയ വഴികളുണ്ടെങ്കിൽ അതൊക്കെ ടീച്ചർക്ക് പറഞ്ഞു കൊടുക്കാം. അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എവിടെയാണ് പിന്നാക്കം പോകുന്നത്, അവർക്ക് എവിടെയാണ് സ്ട്രോങ്ങർ ഏരിയാസ് എന്നൊക്കെ അറിഞ്ഞാലാണ് ഒരു ടീച്ചർക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ടീച്ചേഴ്സിനും ഇതൊരു മോട്ടിവേഷനാണ് കേട്ടോ അസസ്മെൻറ്റ്. അവരുടെ ടീച്ചിങ് സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാനും അവരുപയോഗിക്കുന്ന സ്ട്രാറ്റജീസ്. ഇപ്പം തന്നെ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല എഫക്റ്റീവ് ആണെങ്കിൽ എനിക്കതൊരു മോട്ടിവേഷനാണ്. അത് ശരിയാവണില്ലെങ്കിൽ വേറെ, ഇന്നിപ്പോൾ ഞാനൊരു ആക്ടിവിറ്റി ചെയ്തു, അത് നിങ്ങൾക്ക് അത്ര കണക്റ്റ് ആയില്ല, നാളെ അതിനേക്കാൾ നല്ലതൊന്ന് വന്നു, അത് നിങ്ങൾക്ക് കണക്റ്റായി. അപ്പോൾ ഇന്ന് ചെയ്ത് നോക്കി നിങ്ങളെ ആ ആക്ടിവിറ്റിയിൽ കൂടെ നിങ്ങളെ ഞാൻ അസസ് ചെയ്തുകൊണ്ടാണ് എനിക്കത് മനസ്സിലായി, ഇന്ന് നിങ്ങൾക്ക് അത് അത്ര പിടുത്തം കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, നാളെ വേറൊരു ആക്ടിവിറ്റി കൊണ്ടുവരാൻ പറ്റി. അതൊരു മോട്ടിവേഷനാണ്. ടീച്ചർക്ക് അസസ്മെൻറ്റ് നടത്തുമ്പോൾ ടീച്ചർക്കായാലും കുട്ടികൾക്കായാലും എന്ത് ചെയ്യും, മോട്ടിവേഷൻ തരും, ലേണിങ്ങിന് ഒരു മോട്ടിവേഷൻ തരും. പിന്നെ പേഴ്സണലൈസ്ഡ് ലേണിങ്ങിന് ഈ അസസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അസസ്മെൻറ്റ് നടത്തുക എന്നുള്ളത് ഓരോ കുട്ടികൾക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓരോ കുട്ടികൾക്കുള്ള ലേണിങ്ങിനുള്ള എയ്ഡുകൾ, സഹായങ്ങൾ കൊടുക്കണമെങ്കിൽ അതൊക്കെ ഓരോ കുട്ടികളെയും പേഴ്സണലൈസ്ഡ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനൊക്കെ ഒരു ടീച്ചറെ സഹായിക്കും ഈ അസസ്മെൻറ്റ് നടത്തുമ്പോൾ. അക്കൗണ്ടബിലിറ്റി, അതേപോലെ തന്നെ ഒരു ഉത്തരവാദിത്വം കൊടുക്കും ടീച്ചേഴ്സിനായാലും സ്കൂളിന് മൊത്തത്തിലായാലും ടീച്ചറായാലും കുട്ടികളായാലും പാരൻസ് ആയാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരവരുടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനൊക്കെ തയ്യാറാവും ഇങ്ങനെ അസസ്മെൻറ്റ് നടത്തുന്നതുകൂടെ. പിന്നെ ടീച്ചിങ് പ്രാക്ടീസ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സും സ്ട്രാറ്റജീസും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ അസസ്മെൻറ്റ് സഹായിക്കും. അടുത്തത് യൂസ് ഓഫ് അസസ്മെൻറ്റ് ഇൻ വേരിയസ് ക്ലാസ് റൂം സിറ്റുവേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് വേരിയസ് ആയിട്ടുള്ള വിവിധ ക്ലാസ് റൂം സിറ്റുവേഷൻസിൽ, ക്ലാസ് റൂം സാഹചര്യങ്ങളിൽ അസസ്മെൻറ്റിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടത്താം. അപ്പോൾ നമ്മളൊരു ഇടയിലൊരു യൂണിറ്റ് ടെസ്റ്റ് നടത്താം. ഓരോ ചെറിയ പോർഷൻസ് കഴിയുമ്പോൾ തന്നെ ഓരോ ടെസ്റ്റ് പേപ്പറുകൾ നടത്തുക, ക്വിസ് നടത്തുക, ഒരു അസൈൻമെൻറ്റ് നടത്തുക, അങ്ങനെ ഓരോരോ അസസ്മെൻറ്റുകളായിട്ട് വേറെ തരത്തിലുള്ള അസസ്മെൻറ്റുകൾ നടത്തുക. ഇടയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുക. അപ്പോൾ ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആയിട്ട് നമുക്കൊരു അസസ്മെൻറ്റിന് മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആയിട്ട് നടത്താം. അതേപോലെ ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് നടത്താം. ഇപ്പം ഞാൻ ഒരു ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങളെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ആ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള പ്രീവിയസ് നോളജുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഞാൻ എന്ത് ചെയ്യാണ്, ചിലപ്പോൾ ഒരു ഡിബേറ്റ് നടത്തിയിട്ടോ റോൾ പ്ലേ നടത്തിയിട്ടോ അങ്ങനെ എന്ത് മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ചിലപ്പോൾ സാധാരണ ഒരു ചോദ്യം ചോദിക്കുന്ന പോലത്തെ ഒരു സെഷനായിരിക്കാം. അങ്ങനെയൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്തൊക്കെ പ്രെയർ നോളജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരു അറിവും ഇല്ലെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് വേണം അടുത്ത ലെസൺ പ്രിപ്പയർ ചെയ്യാൻ. അതല്ല നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരുവിധപ്പെട്ട എല്ലാ നോളജും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്കുള്ള ആ ഒരു ഡയഗ്നോസിസ് നടത്താം, അസസ്മെൻറ്റ് വഴി ഡയഗ്നോസിസ് നടത്താം. എന്താണ് നിങ്ങളുടെ നിലവാരം എന്ന് മനസ്സിലാക്കുക, അതിനപ്പുറത്തെ ഒരു പടിയിലേക്ക് പോകാൻ എന്ത് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ പിയർ അസസ്മെൻറ്റ് നടത്താൻ, ഗ്രൂപ്പ് ആക്ടിവിറ്റികളൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് തന്നെ കുട്ടികളെ പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ഗ്രൂപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ ഏരിയ ചിലപ്പോൾ ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്യാനായിരിക്കും. അപ്പോൾ ചിലവർ എന്ത് ചെയ്യും, റിപ്പോർട്ടൊക്കെ കൃത്യമായിട്ട് എഴുതാൻ നല്ല ഇതുണ്ടാവും, അതിൻ്റെ ഒരു സീക്വൻസിലൊക്കെ ഓർഡറിലൊക്കെ എഴുതാൻ നല്ല സ്കില്ലുള്ളവരായിരിക്കും. ചിലവർക്ക് അതിനുള്ള സ്കില്ലുണ്ടാവില്ല, പക്ഷേ ഡാറ്റ കളക്ട് ചെയ്യാൻ നല്ല കഴിവുണ്ടാവും. എവിടെ പോയാൽ എങ്ങനെ, ഏത് ഡാറ്റയ്ക്കാണ് എവിടെയാണ് പോകേണ്ടത്, അങ്ങനെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയും. അപ്പോൾ ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും, ആദ്യത്തെ വട്ടം പ്രൊജക്റ്റ് കൊടുക്കുമ്പോൾ ഗ്രൂപ്പിൽ ചിലപ്പോൾ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും. അവനത് ചെയ്യണില്ല, അവളത് ചെയ്യണില്ല, അല്ലെങ്കിൽ അവളാണ് ഒക്കെ ചെയ്യണം, ഞങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ വേറെ ഗ്രൂപ്പ് ആക്ടിവിറ്റികൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, കുട്ടികൾക്ക് മനസ്സിലാവും അതിപ്പോൾ നമ്മൾ ഗ്രൂപ്പ് മാറ്റിയും തിരിച്ചൊക്കെ ആയാലും അവർക്ക് എന്ത് ചെയ്യും, കുറച്ച് അവർക്ക് മനസ്സിലാവും പരസ്പരം ഓരോരുത്തർക്കുള്ള സ്കില്ല് എന്താണ്, ഓരോരുത്തർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, കുറച്ചും കൂടെ നന്നായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക. പിന്നെ പിയർ അസസ്മെൻറ്റ് നടത്താൻ പറ്റും. അതേപോലെ സെൽഫ് അസസ്മെൻറ്റും റിഫ്ലക്ഷൻ നടക്കാം. നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് അവനവനെ പറ്റിയിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും. ഞാൻ എത്രത്തോളമാണ് എൻ്റെ നിലവാരം, എൻ്റെ സ്ട്രോങ്ങർ ഏരിയാസ് എന്തൊക്കെയാണ്, വീക്കർ ഏരിയാസ് എന്തൊക്കെയാണ്, അതിനനുസരിച്ച് ആ കുട്ടിനെ തന്നെ മോൾഡ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും.
അടുത്ത സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണ്. നമ്മളൊരു യൂണിറ്റിൻ്റെ അവസാനത്തിലോ അല്ലെങ്കിൽ ഒരു ഇയർ എൻഡിലോ അല്ലെങ്കിൽ ആ അക്കാഡമിക് ആ കോഴ്സ് എൻഡിലോ ഒക്കെ ആയിട്ട് ഒരു എക്സാം നടത്തിയിട്ടോ അല്ലെങ്കിൽ മൊത്തത്തിലൊരു പ്രൊജക്റ്റ് കൊടുത്തിട്ടോ അങ്ങനെയൊക്കെ ഒരു സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടത്താം. അതേപോലെ പെർഫോമൻസ് ബേസ്ഡ് അസസ്മെൻറ്റുകൾ നടത്താം. അപ്പോൾ നമ്മളൊരു പ്രസൻറ്റേഷൻ സെമിനാർ നടത്താം, എക്സ്പെരിമെൻറ്റ് നടത്താം. അപ്പോൾ നമ്മൾ സയൻസ് ഫെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആർട്സ് ഫെസ്റ്റ് അതൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെയുള്ള പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള അസസ്മെൻറ്റുകൾ നടത്താം. പിന്നെ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റ്, സ്റ്റുഡൻസിൻ്റെ ഇങ്ങനെ ചെയ്യുന്ന ഒരു അക്കാഡമിക് ഇയറിൽ ചെയ്യുന്ന എല്ലാ വർക്കുകളും നമ്മൾ കൂട്ടി ശേഖരിച്ച് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, കുട്ടികളുടെ അസസ്മെൻറ്റ് നടത്താം. ആദ്യം നമ്മളൊരു അക്കാഡമിക് ഇയറിൻ്റെ ഫസ്റ്റിൽ കൊടുക്കുന്ന ഒരു അസൈൻമെൻറ്റും ലാസ്റ്റ് കൊടുക്കുന്ന ഒരു അസൈൻമെൻറ്റും വെച്ച് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഗ്രോത്ത് നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുക, കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഗ്രോത്തൊക്കെ. അപ്പോൾ പോർട്ട്ഫോളിയോ അസസ്മെൻറ്റുകൾ നടത്താം. ഇങ്ങനെ നമുക്ക് ക്ലാസ് റൂമിൻ്റെ വിവിധ സാഹചര്യത്തിൽ, ഒരു ക്ലാസ് റൂമിൽ തന്നെ വിവിധ സാഹചര്യത്തിൽ വിവിധ തരത്തിൽ നമുക്ക് അസസ്മെൻറ്റിനെ ഉപയോഗപ്പെടുത്താം. പിന്നെ ഇൻഫോർമൽ ഒബ്സർവേഷൻ ആൻഡ് ഫീഡ്ബാക്ക് ഉണ്ട്. അതായത് ടീച്ചർ എന്ത് ചെയ്യാണ്, ടീച്ചർ ഇൻഫോർമലായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ പറയുന്നില്ല, ഞാൻ നിങ്ങളെ നോക്കുന്നുണ്ട്, ഇന്ന ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ച് നിങ്ങളെ ഞാൻ ഒബ്സർവ് ചെയ്യും, ക്ലാസ്സിലിരിക്കണം, അങ്ങനെയൊന്നും നമ്മളൊന്നും പറയുന്നില്ല. ഒരു കുട്ടി എല്ലാ ടീച്ചർമാർക്കും ആ ഒരു സെൻസ് ഉണ്ട്. ഒരു കുട്ടി ക്ലാസ്സിലിരിക്കണ കണ്ടാൽ ചിലപ്പോൾ മൂഡ് ഓഫ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു ബിഹേവിയറൊക്കെ കണ്ടാൽ ആ കുട്ടിക്ക് ഇന്ന് വെയ്യാന്നോ അല്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ മനസ്സിലാക്കാം. അതേപോലെ ഒരു ഇൻഫോർമൽ ഒബ്സർവേഷൻ കൊടുക്കുക, ഫീഡ്ബാക്ക് കൊടുക്കുക. അതിനനുസരിച്ച് ചിലപ്പോൾ ചില ടീച്ചേഴ്സൊക്കെ കണ്ടിട്ടില്ലേ, കുട്ടീനെ പ്രത്യേക സ്റ്റാഫ് റൂമിലേക്ക് വിളിക്കും. എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നും കൂടി നിന്നിട്ട് അവരെ പരിഹസിക്കാനോ അങ്ങനെയൊന്നും ആവണമെന്നില്ല. എന്തേ പറ്റിയേ, ഇന്ന് ക്ലാസ്സിൽ അത്ര സുഖമില്ലല്ലോ, എന്തേ ഇന്ന് ക്ലാസ്സിൽ ശ്രദ്ധിക്കണമെന്ന് കണ്ടില്ല, എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന നല്ല ടീച്ചേഴ്സ് ഇല്ലേ. അപ്പോൾ അതേപോലെ ഇൻഫോർമൽ ഒബ്സർവേഷൻസ് നടത്താനും ഫീഡ്ബാക്ക് കൊടുക്കാനൊക്കെ ഈ അസസ്മെൻറ്റ് പറ്റും. പിന്നെ ടെക്നോളജി ബേസ്ഡ് അസസ്മെൻറ്റ്സുകൾ നടത്താം. ഇപ്പോൾ ഒക്കെ ആഫ്റ്റർ കൊറോണ നമുക്ക് അങ്ങനെയുള്ളൊരു ഇതും കൂടിയുണ്ട്, സാഹചര്യം കൂടിയുണ്ട്. നമ്മളിങ്ങനെ ഇപ്പോൾ ഓൺലൈൻ ക്വിസിസ് കഹൂത്ത് പോലത്തെ ക്വിസുകളൊക്കെ നടത്തുക, അങ്ങനെയൊക്കെ ഇടയിലൊരു ലിങ്കൊക്കെ ഇട്ട് കൊടുത്താൽ മതി കുട്ടികൾക്ക്. ഗ്രൂപ്പിൽ ക്വിസിൻ്റെ ഒരു ലിങ്ക് ഇട്ട് കൊടുക്കുക, അവരത് അറ്റൻഡ് ചെയ്യും. അങ്ങനെയുള്ള പോള് ചെയ്യുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ തന്നെ അറിയാം, കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ നമ്മളെന്താ ഓൺലൈൻ കോച്ചിങ്ങിന് പോകുന്ന ഇതൊക്കെയാണ്. ഇപ്പോൾ തന്നെ നിങ്ങളൊക്കെ തന്നെ പലതിലും ആൾക്കാർ ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അറിയണതാണ്. ഓൺലൈനായിട്ട് ടെക്നോളജി ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അസസ് ചെയ്യാം. അതെന്താ, നമുക്ക് തന്നെ നമ്മളെ അസസ് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഓൺലൈൻ പോളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ആരും ചിലപ്പോൾ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ടാവില്ല എത്ര മാർക്ക് കിട്ടിയെന്ന്, പക്ഷെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. നമുക്ക് ഒരു 10 ക്വസ്റ്റ്യൻ്റെ പോളൊക്കെ ആണെങ്കിൽ അതിൽ 8 മാർക്ക് കിട്ടിയാൽ ഓക്കെ, ഞാൻ ഇന്ന് പഠിച്ചത് സെറ്റാണ് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള അസസ്മെൻറ്റുകൾ നടത്താം. ഡിഫറൻഷ്യേറ്റഡ് അസസ്മെൻറ്റ് സ്ട്രാറ്റജീസ് കൊണ്ടുവരാം. വേരിയസ് ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാം നമുക്ക് അസസ്മെൻറ്റിന്. ഇപ്പോൾ പറഞ്ഞ പോലെ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വിസ് നടത്തി അങ്ങനെ പോൾ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് പ്രൊജക്റ്റ്, ഒരു ടെസ്റ്റ് പേപ്പർ നടത്തുക, അങ്ങനെ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള അസസ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് വേരിയസ് ആയിട്ടുള്ള അസസ്മെൻറ്റിനെ പല തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു ക്ലാസ് റൂം സിറ്റുവേഷനിൽ അസസ്മെൻറ്റിനെ പല തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി ക്ലാസ് റൂം അസസ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അത് ലേണർ സെൻറ്റേർഡ് ആണ്. ഇങ്ങനെ അസസ്മെൻറ്റ് നടത്തുന്നത് എന്തിനാണ്, പ്രൈമറിലി അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക, കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നതിൻ്റെ കാരണം. അപ്പോൾ കുട്ടികളുടെ എത്രത്തോളം അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം ഇനി അവർക്ക് മുന്നിൽ പോകാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാൻ പറ്റും. അതായത് അപ്പോൾ ഒരു അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ലേണർ സെൻറ്റേർഡ് ആണ്. പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, അവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേപോലെ ടീച്ചർ ഡിറക്റ്റഡ് ആയിരിക്കും. ടീച്ചറാണ് അതിന് ഇനീഷ്യേറ്റീവ് ചെയ്യുക, ടീച്ചറാണ് അത് ഏത് ദിശയിൽ കൂടെ, ആ അസസ്മെൻറ്റ് ഏത് ദിശയിൽ കൂടെ പോകണം, ഏത് ദിവസം ഏത് അസസ്മെൻറ്റ് നടത്താം. ഒരു ക്ലാസ് റൂമിൻ്റെ ഡൈനാമിക്സ് ഒക്കെ ഏറ്റവും കൂടുതൽ അറിയാം ആ ക്ലാസ്സിലെ ടീച്ചർക്കാണ്. അപ്പോൾ ആ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിലുള്ള അസസ്മെൻറ്റ് കൊടുക്കാം, എങ്ങനെയൊക്കെ അതൊക്കെ എങ്ങനെ വേണമെന്ന് കുറേയും കൂടി തീരുമാനിക്കുക ഒരു ടീച്ചറാണ്. അപ്പോൾ ടീച്ചർ ഡിറക്റ്റഡ് ആയിരിക്കും അസസ്മെൻറ്റ്. മ്യൂച്വലി ബെനിഫിഷ്യലാണ്. നമ്മൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ പറയുമ്പോൾ പഠിച്ചു കഴിഞ്ഞു. കുട്ടികൾക്ക് പഠിക്കാൻ എളുപ്പമാക്കുന്നത് പോലെ അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെ ടീച്ചർമാരെ പഠിപ്പിക്കാനും ഈ അസസ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. അവരുടെ സ്ട്രാറ്റജീസ് എത്രത്തോളം ശരിയാണ്, അത് കുട്ടികളെ പഠിക്കണേൻ്റെ ആയാലും ടീച്ചർമാരെ പഠിപ്പിക്കണേൻ്റെ ആയാലും ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണോ അതോ തന്നെ തുടർന്ന് പോയാൽ മതിയോ എന്നൊക്കെ മനസ്സിലാക്കാൻ രണ്ട് കൂട്ടർക്കും മ്യൂച്വലി ബെനിഫിഷ്യലാണ് അസസ്മെൻറ്റ്. ഇനി ഫോർമേറ്റീവ് ആണ്.
നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇടയിലൊക്കെ നടത്തിപ്പോകും. ഒരു ഇയർ എൻഡ് അല്ലെങ്കിൽ കോഴ്സ് എൻഡിൽ അവസാനം മാത്രം നടത്തുന്ന ഒരു സംഗതിയല്ല അസസ്മെൻറ്റ്. അതിൻ്റെ ഇടയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും എല്ലാ സമയവും എന്ന് പറഞ്ഞ പോലെ അസസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കും. ഫോർമേറ്റീവ് ആണ്. അങ്ങനെ ഫോർമേറ്റീവ് ആകുമ്പോൾ നമ്മുടെ എന്തുണ്ടാവും, ലേണിംഗ് ക്വാളിറ്റി, ലേണിംഗ് ഔട്ട്കം ഒക്കെ കുറച്ചും കൂടെ മെച്ചപ്പെട്ടുകൊണ്ടും. ഇനി കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആണ്. കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത്, ഇപ്പം തന്നെ നമ്മൾ സയൻസ് ഫിസിക്സ് പഠിപ്പിക്കുകയാണെങ്കിൽ ആ ഫിസിക്സിൽ തന്നെ ഓരോ ടോപ്പിക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ അസസ്മെൻറ്റ് നടത്തുക. ചിലത് നമുക്ക് തിയറി പോർഷൻ ആയിരിക്കും, ചില ഡെറിവേഷനൊക്കെ ആയിരിക്കും. അത് നമുക്കൊരു ടെസ്റ്റ് ഡെറിവേഷൻ അങ്ങനെ നമുക്ക് പരീക്ഷയ്ക്കൊക്കെ വരും, അല്ലെങ്കിൽ ഡെറിവേഷൻ അങ്ങനെ പഠിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് പരീക്ഷ നടത്തിയിട്ട് തന്നെയാണ് അത് അസസ് ചെയ്യുക. അതല്ലാണ്ട് ഒരു എക്സ്പെരിമെൻറ്റ് കൂടെ പഠിക്കേണ്ട കാര്യമാണെങ്കിൽ അത് എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടാണ്, അല്ലാതെ ഒരു ഫീൽഡ് വിസിറ്റ് നടത്തിയിട്ടാണെങ്കിൽ ആ മെത്തേഡ് കൂടെയാണ് നമ്മൾ അവിടെ അസസ്മെൻറ്റ് നടത്തുക. അപ്പോൾ ഓരോന്നും കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആയിട്ടാണ് അസസ്മെൻറ്റ് നടത്തുക. ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഫോർമേറ്റീവ് ആണെന്ന് പറഞ്ഞു, അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഓൺഗോയിങ് ആണ്. നമ്മളിപ്പോൾ ഇന്ന് ഞാൻ ഒരു അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അസസ്മെൻറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഇനി കുറച്ച് കാലത്തേക്ക് ഒന്നും കൊടുക്കണ്ടെന്നല്ല. നമ്മൾ ഓൺഗോയിങ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ റൂട്ടഡ് ഇൻ ഗുഡ് ടീച്ചിങ് പ്രാക്ടീസസ്, നമ്മൾ നല്ല ടീച്ചിങ് പ്രാക്ടീസസിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ അസസ്മെൻ്റ് ഒക്കെ നടക്കുന്നത്. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ. ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ്ങിനെയൊക്കെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ അസസ്മെൻറ്റ് സഹായിക്കുന്നുള്ളത്. ഇനി അടുത്തത് പറയാനുള്ളത് ഈ അസസ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ്, മെഷർമെൻറ്റ്, ഇവാലുവേഷൻ, അതിൻ്റെ കൂടെ തന്നെ അസസ്മെൻറ്റ്. ഇത് മൂന്നും എന്താണെന്നുള്ളതാണ്. മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം മെഷർ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ സ്കൂളിലേക്കൊരു കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് മാർക്കാണ്. 20ൽ 10 മാർക്ക് കിട്ടിയ ആ 10 എന്നുള്ള മെഷർമെൻ്റ് ആണ് അവിടെ മെഷർമെൻ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ മെഷർമെൻറ്റിൻ്റെ കൂടെ നമ്മൾ ഒരു മീനിങ് കൂടെ കൊടുക്കുകയാണ്. മാർക്കിൻ്റെ കൂടെ ഒരു മീനിങ് കൂടെ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അസസ്മെൻ്റ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ അസസ്മെൻറ്റിൻ്റെ തന്നെ ഈ പേപ്പർ തന്നെ നിങ്ങൾക്ക് മൊത്തം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ടെസ്റ്റ് പേപ്പർ നടത്തി. അപ്പോൾ നിങ്ങൾക്ക് 80ൽ ഒരു 70 അല്ലെങ്കിൽ 60 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. 60 മാർക്കിൽ തന്നെ അപ്പോൾ 60 എന്നുള്ളത് എന്തായി, മെഷർമെൻ്റായി. ഇനി അതിൽ ഞാൻ പേപ്പർ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ് അതിലൊരു കുട്ടിക്ക് എ ഓർ ബി, ഏതോ ഒരു കുട്ടിക്ക് എന്ത് ചെയ്യാണ്, തിയറി എഴുതിയതിലൊക്കെ നല്ല മാർക്കുണ്ട്. എൻ്റെ ലാസ്റ്റ് ഒരു യൂണിറ്റ് ഉണ്ടല്ലോ സ്റ്റാറ്റി പാട്ടൊക്കെ ഉള്ള, ആ പ്രോബ്ലം ചെയ്തതിനാണ് ആകെ എല്ലാം തെറ്റിപ്പോയിരിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം മാത്സിൻ്റെ പോർഷനാണ് ആ കുട്ടിക്ക് പ്രശ്നം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവണം, മാർക്കിൻ്റെ കൂടെ തന്നെ ആ മാർക്ക് എങ്ങനെയൊക്കെ വീണു എന്നുള്ളൊരു അതിൻ്റെ ഒരു അർത്ഥം കൂടെ അതിനെ നമുക്കൊന്ന് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാനും പറ്റി. അപ്പോൾ അവിടെ ഒരു അസസ്മെൻറ്റ് നടന്നു. ഇനി അതിൻ്റെ കൂടെ തന്നെ ഈ മാർക്കിൻ്റെയും മീനിങ് ടു മാർക്ക് കൊടുത്തതിൻ്റെ കൂടെ ഒരു വാല്യൂ ജഡ്ജ്മെൻറ്റ് കൊടുക്കുകയാണ്. 80 മാർക്കിൽ 60 മാർക്ക് കിട്ടിയ കുട്ടി പാസ്സായി അല്ലെങ്കിൽ തോറ്റുപോയി, അങ്ങനെ നമ്മളൊരു വാല്യൂ ജഡ്ജ്മെൻറ്റ് കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് ഇവാലുവേഷനാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് മെഷർമെൻറ്റും അസസ്മെൻറ്റും ഇവാലുവേഷനും തമ്മിലുള്ള വ്യത്യാസം. മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കുകയാണ്. ഒരു സ്പെസിഫിക് ആട്രിബ്യൂട്ടോ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കൊടുത്ത് ഒരു മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു, അതായത് ഒരു പരീക്ഷ നടത്തിയിട്ട് അതിനൊരു മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ മാർക്കാണ് മെഷർമെൻറ്റ്. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ മാർക്കിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ മാർക്കിനെ അനലൈസ് ചെയ്ത് ഇൻഫർമേഷൻ എടുക്കുകയാണ്. ഒരു മാർക്കിനൊരു മീനിങ് കൂടെ കൊടുക്കുകയാണെങ്കിൽ അത് അസസ്മെൻ്റായി. ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മാർക്കും ഈ മെഷർമെൻറ്റും അസസ്മെൻറ്റും വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. എന്നിട്ട് അത് പാസ്സായോ അല്ലെങ്കിൽ ഫെയിലായോ അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിനെ ഇവാലുവേഷൻ എന്ന് പറയും. ഇത് മൂന്നുമാണ്, ഈ മൂന്നെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്, ഓർത്ത് വെക്കണേ. ഇനി അടുത്തത് എന്താണ്, നമ്മൾ അസസ്മെൻറ്റ് ആസ് ഫോർ ആൻഡ് ഓഫ് ലേണിംഗ് തമ്മിലുള്ള വ്യത്യാസം അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. മൂന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ആദ്യം പറയുന്നത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, ആ ഫോർ എന്നുള്ളതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഫോർ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വേണം അത് ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ്. ഫോർമേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഫീഡ്ബാക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും, സപ്പോർട്ടീവ് ആണ്, ഇമ്പ്രൂവ്മെൻറ്റ് ഫോക്കസ്ഡ് ആണ്. ഫോർമേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ
കൂടുതൽ 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 നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, നമ്മുടെ നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടത്തുക. വേരിയസ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും മെത്തേഡ്സും ഒക്കെ കൊടുക്കും. അവിടെ ടീച്ചറുടെ റോൾ എന്താ? ടീച്ചർ ഫെസിലിറ്റേറ്റർ ആയിരിക്കും, ഫീഡ്ബാക്ക് പ്രൊവൈഡർ ആയിരിക്കും, ഗോൾ സെറ്റർ ആയിരിക്കും, മോട്ടിവേറ്റർ ആയിരിക്കും. എപ്പോഴും കുട്ടീനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും ടീച്ചർ. ഈ ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ ടീച്ചർ ഒരു ട്രെയിനർ ആയിരിക്കില്ല, ഒരു ഡിക്റ്റേറ്ററെ പോലെ നിൽക്കൊന്നുമില്ല. ടീച്ചർ ഇങ്ങനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കുട്ടി നിനക്ക് പറ്റും, നിന്നെ കൊണ്ട് ചെയ്യിക്കുക. ആ മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറുതെ വായോണ്ട് പറയല്ല, അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്യും. എന്തൊക്കെ പഠിക്കാനുള്ള സ്ട്രാറ്റജീസും മെത്തേഡ്സും ഒക്കെ സെറ്റാക്കി കൊടുക്കുന്നത് ടീച്ചറായിരിക്കും. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? പേഴ്സണലൈസ്ഡ് ലേണിങ്ങിനെ പ്രൊവൈഡ് ചെയ്യും. ഓരോ കുട്ടിക്കും ഓരോ തരത്തിലാണ് പഠിക്കുക. അപ്പോൾ ഓരോ കുട്ടിക്ക് അനുസരിച്ചിട്ടുള്ള ലേണിങ്ങിനെ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ ലേണിംഗ് ഔട്ട്കംസ് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ വരും. ഓരോ കുട്ടികൾ ഓരോ തരത്തിലാണ് പഠിക്കുക എന്ന് പറഞ്ഞില്ല, അപ്പോൾ അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാകുമ്പോൾ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യും. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യും. അതേപോലെ പോസിറ്റീവ് ക്ലാസ് റൂം ക്ലൈമറ്റ് കൊണ്ടുവരും. ഒരു മൊത്തത്തിൽ എല്ലാ പിള്ളേരും നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ നല്ലൊരു കോമ്പറ്റീഷനൊക്കെ നടക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ക്ലാസ് റൂം കൾച്ചറാണ് ഉണ്ടാവുക. ഇനി അടുത്തത് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് ആണ്. ആസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് സെൽഫ് ഇവാലുവേഷൻ ആണ്, അല്ലെങ്കിൽ സെൽഫ് അസസ്മെൻ്റ് ആണ് അവിടെ നടക്കണം. അപ്പോൾ അസസ്മെൻറ്റ് ആസ് ലേണിങ്ങിൽ സെൽഫ് അസസ്മെൻറ്റിലാണ് നടക്കുക. അവിടെ സെൽഫ് റെഗുലേറ്റിംഗ് ആയിട്ട് മെറ്റാകോഗ്നിഷനും അങ്ങനെ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടൊക്കെ ഉള്ള ഒരു അസസ്മെൻറ്റ് പ്രോസസ്സാണ് നടക്കുക. കുട്ടി സ്വയമേ മനസ്സിലാക്കുകയാണ്, കുട്ടീനെ പറ്റിയിട്ട് സ്വയം മനസ്സിലാക്കുകയാണ്. ഇങ്ങനെയുള്ള അസസ്മെൻറ്റുകളൊക്കെ നടക്കുന്നതിന് കുട്ടി സ്വന്തമായിട്ട് മനസ്സിലാക്കുകയാണ്. കുട്ടി ഹീസ് തിങ്കിങ് അബൌട്ട് ഹിംസെൽഫ് ഓർ ഷീ ഈസ് തിങ്കിങ് അബൌട്ട് ഹേർ സെൽഫാണ്. ഞാൻ പഠിച്ചത് ശരിയായോ, ഞാൻ ഈ ടോപ്പിക്ക് പഠിച്ചപ്പോൾ എനിക്ക് ഇത്ര മാർക്കേ കിട്ടിയുള്ളൂ, അല്ലെങ്കിൽ ഈ അസൈൻമെൻറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം പറ്റി, അപ്പോൾ ഇത് ശരിയായില്ല, ഞാൻ ചെയ്തത് ശരിയല്ല, വേറൊരു രീതിക്ക് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തപ്പോൾ ഈ ടോപ്പിക്ക് ഞാൻ ഇങ്ങനെ പഠിച്ചപ്പോൾ എനിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റി, അപ്പോൾ ഇതുപോലെയുള്ള മറ്റേ ടോപ്പിക്കും ഇതുപോലെ തന്നെ പഠിച്ചു നോക്കാം. അങ്ങനെ ആ കുട്ടി സ്വന്തമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാണ് ആ കുട്ടി ചെയ്ത കാര്യങ്ങളെയൊക്കെ. അവിടെ ടീച്ചറുടെ റോൾ എന്താ? ടീച്ചർ ഗൈഡ് ചെയ്യും, ഒരു മോഡലായിരിക്കും, സെൽഫ് അസസ്മെൻറ്റിന് ഒരു മോഡലായിരിക്കും, പിന്നെ ഗോൾ സെറ്റ് ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യും, എൻകറേജ് ചെയ്യും. കുട്ടീനെ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൽഫ് റിഫ്ലക്ഷനിൽ തന്നെ കുട്ടികളാണല്ലോ, അവർക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റാം, മിസ്ലീഡഡ് ആയിട്ട് പോവാം. അങ്ങനെ ഒരു മിസ്കൺസെപ്ഷനോ മിസ്ലീഡിങ്ങോ ഒക്കെ വരുമ്പോൾ, തെറ്റിദ്ധാരണ വരുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം? അത് ശരിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് അസസ്മെൻറ്റ് ആസ് ലേണിങ്ങിൽ ടീച്ചറുടെ പ്രധാന റോള്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? മെറ്റാകോഗ്നിഷനൊക്കെ എൻഹാൻസ് ചെയ്യും, തിങ്കിങ് അബൌട്ട് ദംസെൽസ്. ഒരാളെ പറ്റിയിട്ട് അയാൾക്ക് തന്നെ പൂർണ്ണ ബോധ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെയുള്ള മെറ്റാകോഗ്നിഷനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. എംപവർമെൻ്റ് ഉണ്ടാക്കും. ഇതേപോലെ നമുക്ക് നമ്മളെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിയാം, എനിക്ക് ഇന്നതൊക്കെയാണ് പറ്റുക, എനിക്ക് ഇന്നത് പറ്റില്ല എന്നുള്ളത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ എംപവേർഡ് ആവും. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കൊണ്ട് 1% പോലും ചെയ്യാൻ പറ്റില്ല എന്നുള്ള നമ്മൾ ആ മോട്ടിവേഷൻ്റെ സെക്ഷനൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും പറ്റും, എന്ത് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റുക. അതല്ലാണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, എന്നെക്കൊണ്ട് ഒരു എയ്റോപ്ലെയിൻ ഓടിക്കാൻ പറ്റുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്ത് കഴിഞ്ഞാലും ഞാനത് ഓടിക്കാൻ പോകില്ല. എൻ്റെ മുറ്റത്തൊരു വിമാനം കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓടിക്കാൻ പോകില്ല, എനിക്കത് പറ്റില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തൊക്കെ പറ്റും പറ്റില്ല എന്ന് നമ്മളെ കൊണ്ട് തന്നെ ഒരു തീരുമാനത്തിൽ എത്തിക്കാൻ പറ്റും. നമ്മൾ എംപവേർഡ് ആവും. അതേപോലെ ഇൻഡിവിജ്വലൈസ്ഡ് ലേണിങ്ങിനും നമ്മുടെ ഒരു ലൈഫ് സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ, നമ്മുടെ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ അസസ്മെൻറ്റ് ആസ് ലേണിങ് സഹായിക്കും. ഇനി അടുത്ത് പറയുന്നത് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ഫോർമേറ്റീവ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് പറഞ്ഞു. ഇനി പെൻഡിങ് ഉള്ളത് ഫോർമേറ്റീവ് അസസ്മെൻറ്റും സെൽഫ് അസസ്മെൻറ്റും പറഞ്ഞു. ഇനി പെൻഡിങ് ഉള്ളത് സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണ്. അപ്പോൾ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണ്. സമ്മേറ്റീവ് ആയിരിക്കും, അത് ഇയർ എൻഡിലോ കോഴ്സ് എൻഡിലോ ഒക്കെ നടക്കണമായിരിക്കും. ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റോ സ്റ്റാൻഡർഡൈസ്ഡ് മെത്തേഡോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ അസസ്മെൻറ്റ് നടക്കുക. ഇവാലുവേറ്റീവും കമ്പാരറ്റീവും ഒക്കെ ആയിരിക്കും. കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയൊരു എക്സാമിനെ വെച്ച് കമ്പയർ ചെയ്യുന്നതോ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ളതായിരിക്കും. അവിടെ ടീച്ചറുടെ റോൾ എന്താ? ടെസ്റ്റ് ഡിസൈനർ ആയിരിക്കും. ലാസ്റ്റ് നടത്തുന്ന ടെസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന ടീച്ചറായിരിക്കും. ഡാറ്റ അനലിസ്റ്റ് ആയിരിക്കും. ഫീഡ്ബാക്ക് പ്രൊവൈഡറും ഗ്രേഡർ ആയിരിക്കും. അപ്പോൾ അതൊരു എക്സാം നടക്കുന്ന രീതിയിൽ ആലോചിച്ചാൽ മതി. അപ്പോൾ ആ എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ ടീച്ചർ ഇടും. ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് കഴിഞ്ഞ് പരീക്ഷ എഴുതിയ പേപ്പർ ടീച്ചർ നോക്കും. ആ പേപ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടി, നിങ്ങൾ ഈ ചെയ്ത ഉത്തരം ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയായി, ഇത് നന്നായിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയും. ഫീഡ്ബാക്ക് പറയും. അതേപോലെ നിങ്ങൾക്ക് പാസ്സായോ അല്ലെങ്കിൽ എ ഗ്രേഡ് കിട്ടിയോ ബി ഗ്രേഡ് കിട്ടിയോ എന്നൊക്കെയുള്ള ഗ്രേഡ് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ്? മെഷേഴ്സ് അച്ചീവ്മെൻറ്റ്, അക്കൗണ്ടബിലിറ്റി, സർട്ടിഫിക്കേഷൻ, ബെഞ്ച് മാർക്കിംഗ് ആൻഡ് എഡ്യൂക്കേഷണൽ പ്ലാനിങ്. ഇങ്ങനെ ഒരു എക്സാം നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അച്ചീവ്മെൻറ്റിനെ മെഷർ ചെയ്യാൻ പറ്റും. നമ്മൾ പാസ്സായില്ലേ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ പ്ലാനിങ് ഒക്കെ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടി, അതൊരു സർട്ടിഫിക്കറ്റാണ്.
അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഞാൻ സയൻസ് എടുക്കും, ഒരു ജനറലി പറയുകയാണെങ്കിൽ ഫുൾ A+ ഒക്കെ കിട്ടുമ്പോൾ സയൻസ് എടുക്കും, മെഡിസിന് പോവാം, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പോവാം, അങ്ങനെയുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേറെ രീതിയിലൊക്കെ എന്ത് ചെയ്യാം, എഡ്യൂക്കേഷണൽ പ്ലാനിങ് നടത്താം. അടുത്തത് പറയാനുള്ളത് ഫോർമേറ്റീവും സമ്മേറ്റീവും അസസ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൻ്റെ ഡിഫറൻസ് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഫോർമേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. സമ്മേറ്റീവോ ഫൈനൽ ഇവാലുവേഷനാണ്, ഒരു അക്കാഡമിക് ഇയറിൻ്റെ അല്ലെങ്കിൽ ഒരു കോഴ്സ് എൻഡിലൊക്കെ നടക്കുന്ന, സെമസ്റ്റർ എൻഡിലൊക്കെ നടക്കുന്ന എക്സാം പോലുള്ളതിനെയാണ് സമ്മേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയാം. ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ കൃത്യമായ ഇടവേളകളിൽ ഓൺഗോയിങ് ആയിട്ട് തന്നെ എന്തും തരും, ഫീഡ്ബാക്ക് തരും. നമുക്ക് ലേണിങ്ങിനെയും ടീച്ചിങ്ങിനെയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് തരും. സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ ലാസ്റ്റ് നടക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമുക്കൊരു ഗ്രേഡ് തരാനോ അല്ലെങ്കിൽ പാസ്സായോ ഫെയിലായോ എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാനൊക്കെയാണ് ഈ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ഉപയോഗിക്കുക. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഓൺഗോയിങ് ആണ്, അതായത് കണ്ടക്റ്റഡ് ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ്സാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നടക്കുന്നതാണ്. ഈ സമ്മേറ്റീവോ പഠിച്ചു കഴിഞ്ഞതിൻ്റെ അവസാനം ലേണിംഗ് പീരീഡിൻ്റെ എൻഡിലാണ് നടക്കുക. ഇവിടെ എന്തൊക്കെ മെത്തേഡ്സാണ് ഫോർമേറ്റീവിൽ ഉപയോഗിക്കുക, ക്വിസസ്, ഡിസ്കഷൻസ്, ഒബ്സർവേഷൻ, അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ്, ഈ മെത്തേഡുകളൊക്കെ ഫോർമേറ്റീവിൽ ഉപയോഗിക്കും. സമ്മേറ്റീവിലോ എക്സാം, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകൾ, ഫൈനൽ പ്രൊജക്റ്റുകൾ, എൻഡ് ടേം അസസ്മെൻറ്റുകൾ, ഇതൊക്കെയാണ് സമ്മേറ്റീവിൽ ഉപയോഗിക്കുക. ഇനി ഫോർമേറ്റീവ് നമ്മുടെ ലേണിങ്ങിനെ ഇമ്പ്രൂവ് ചെയ്യുക. അവിടെ ഒരു പാസ്സായി ഫെയിലായി എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതിനേക്കാൾ നമ്മുടെ ലേണിംഗ് ഡെവലപ്പ് ചെയ്യണം എന്നാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ഫോക്കസ് ഉണ്ടാവുക. പക്ഷേ അവിടെ സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ അച്ചീവ്മെൻറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാണ് ചെയ്യുക, എത്രത്തോളം ആ കുട്ടി അച്ചീവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു അച്ചീവ്മെൻറ്റ്, ആ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടോ കുട്ടിക്ക് എന്നൊക്കെ ഉള്ളത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. അതല്ലാണ്ട് ആ കുട്ടി അത് എങ്ങനെ പഠിച്ചു, എത്രത്തോളം പഠിച്ചു, അതൊന്നും അവിടെ വിഷയമല്ല. അന്ന് ആ കുട്ടി നന്നായി കാണാപ്പാഠം പഠിച്ചിട്ടാവാം, ആ പഠിച്ച അന്നേക്ക് മാത്രമേ ചിലപ്പോൾ ആ കുട്ടിക്ക് ഉപകാരപ്പെടുള്ളൂ. അതൊന്നും സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ വിഷയമല്ല. കുട്ടി എത്രത്തോളം അച്ചീവ് ചെയ്തു, എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ് അവിടെ വിഷയം. പിന്നെ ഫോർമേറ്റീവ് അസസ്മെൻറ്റിലെ ഫീഡ്ബാക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് ആയിട്ട് കിട്ടും, അല്ലേ? ടീച്ചർ അസസ്മെൻറ്റ് നടത്തുന്ന അപ്പം തന്നെ പറയും, ശരിയായില്ല, ഇങ്ങനെയല്ല, അങ്ങനെ നീ ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ആയി, അങ്ങനെ ഡിസ്ക്രിപ്റ്റീവായിട്ട് നമുക്ക് ആ ഫീഡ്ബാക്ക് കിട്ടും. പക്ഷെ സമ്മേറ്റീവിൽ അങ്ങനെയല്ല, ഏറ്റവും അവസാനമല്ലേ പരീക്ഷ നടക്കുക, പരീക്ഷ നടന്ന് നമ്മൾ അതിന് റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് പിന്നെ ഡിസ്ക്രിപ്റ്റീവായിട്ടല്ല, പാസ് ഓർ ഫെയിൽ എന്നുള്ള ഒരൊറ്റ വാക്കിൽ കഴിഞ്ഞു നമ്മുടെ ഫീഡ്ബാക്ക്. ഇനി ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ ടീച്ചർ എന്ത് ചെയ്യും, ഈ അസസ്മെൻറ്റ് നടത്തുന്നതിനനുസരിച്ചിട്ട് കുട്ടികളിൽ നിന്ന് നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുമല്ലോ, അതിനനുസരിച്ചിട്ട് ടീച്ചറെ ടീച്ചിങ് സ്ട്രാറ്റജീസും ആ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിക്കണമെങ്കിൽ അതൊക്കെ മാറ്റും. പക്ഷെ സമ്മേറ്റീവിൽ നമ്മൾ ഏറ്റവും അവസാനം നടത്തുന്നത് കൊണ്ട് തന്നെ ഈ ഇടയിൽ നമുക്ക് ടീച്ചിങ് സ്ട്രാറ്റജീസൊക്കെ ഇൻസ്ട്രക്ഷൻ മെത്തേഡ്സൊക്കെ മാറ്റണമെങ്കിൽ അത് നടക്കില്ല. അത് ചെയ്തതിൻ്റെ ഒരു സമ്മറി മാത്രമേ കിട്ടുള്ളൂ. പഠിച്ചതും ശരിയായോ എന്നുള്ളതിൻ്റെ ഒരു സമ്മറി മാത്രമേ നമുക്ക് സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ കിട്ടുള്ളൂ. ഇനി ഈ നമുക്കിങ്ങനെ കിട്ടുന്ന ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഒരു ആ അസസ്മെൻറ്റ് നടത്തി കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, കുട്ടികളുടെ അടുത്തൊരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. പേഴ്സണലൈസ്ഡ് ആയിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. പക്ഷേ സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ നമുക്ക് അങ്ങനെ കുട്ടികളെ പറ്റിയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞുകൂടാ, മാർക്കാണ്. അത് നമ്മൾ സർട്ടിഫിക്കേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു അടുത്തൊരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റിലുള്ളത് കിട്ടുന്ന റിസൾട്ട് ഉപയോഗിക്കാം. ഇനി ഫോർമേറ്റീവ് അസസ്മെൻറ്റിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, പിയർ അസസ്മെൻറ്റ്, സെൽഫ് അസസ്മെൻറ്റ്, എക്സിറ്റ് ടിക്കറ്റ്സ് ആൻഡ് റിഫ്ലക്റ്റീവ് ജേർണൽസ്, ഇതൊക്കെ ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ. ഇനിയുണ്ട്, ഇതൊക്കെ ചില എക്സാമ്പിളുകളാണ്. സമ്മേറ്റീവ് അസസ്മെൻറ്റിലോ ഫൈനൽ എക്സാമിൽ, പിന്നെ ആനുവൽ പെർഫോമൻസ് റിവ്യൂസ്, സ്റ്റാൻഡർഡൈസ്ഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഇതൊക്കെയാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫോർമേറ്റീവ് സമ്മേറ്റീവ് അസസ്മെൻറ്റിനെ ഒരു നട്ട്ഷെല്ലിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഫോർമേറ്റീവ് സമ്മേറ്റീവും അസസ്മെൻറ്റ് ഇതാണ്. ഇനി പർപ്പസസ് ഓഫ് അസസ്മെൻറ്റ് എന്താണെന്നാണ്, എന്തിനാണ് നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നത്? ടു സെലക്ട്, ആദ്യം പറയണത് ടു സെലക്ട് എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഒരു കോഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞു, അസസ്മെൻറ്റ് നടത്തിയാൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ.
10 പാസ്സായി, +2 പാസ്സായി, അല്ലെങ്കിൽ ഡിഗ്രി പാസ്സായി, അങ്ങനെയൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടികളെ അടുത്തൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ ഒരു ജോലിയിലേക്കോ ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അസസ്മെൻറ്റിനെ ഉപയോഗിക്കാം. അതേപോലെ ടു സർട്ടിഫിക്കേറ്റ്, ഈ കുട്ടികൾ പാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആണോ, ഫുൾ A+ ഉണ്ടോ, അല്ലെങ്കിൽ 8A+ ആണോ, A ഗ്രേഡ് ഉണ്ടോ, B ഗ്രേഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ആണോ, സെക്കൻഡ് ക്ലാസ് ആണോ, അങ്ങനെ നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം കുട്ടികൾക്ക്. എത്രത്തോളമാണ് അവരുടെ അച്ചീവ്മെൻറ്റ് എന്നുള്ളത് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ടു എയ്ഡ് ലേണിംഗ്, ഇത് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ് നടത്തണമെന്നുണ്ടെങ്കിൽ ലേണിങ്ങിനെ കുറച്ചും കൂടെ സഹായിക്കാനൊക്കെ ഈ അസസ്മെൻറ്റ് ഉപയോഗിക്കാം. ഫീഡ്ബാക്ക് കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് കുട്ടികൾക്ക് ലേണിങ്ങിൽ മാറ്റമൊക്കെ വരുത്തി എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അവർക്ക് അവരുടെ ലേണിങ്ങിനെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാം. ടു ഇംപ്രൂവ് ടീച്ചിങ്, കുട്ടികൾക്ക് അതേ ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ കുട്ടികൾക്കുള്ള അതേ ഉപയോഗം എന്തുണ്ട്, ടീച്ചർമാർക്കുണ്ട്. ടീച്ചർമാരുടെ പഠിപ്പിക്കൽ എത്രത്തോളം നന്നായി, ഇനി എത്രത്തോളം മെച്ചപ്പെടുത്തണം എന്നൊക്കെ മനസ്സിലാക്കാം, അതിനനുസരിച്ച് ചെയ്യാം. ടു ഡിസ്ക്രൈബ്, കുട്ടികളുടെ അച്ചീവ് ചെയ്ത നോളജും സ്കില്ലുകളും അവരുടെ മൊത്തത്തിലുള്ള കഴിവുകൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ അസസ്മെൻറ്റിനെ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് ഒരു 4-5 പോയിന്റ്. ഇതിനെ തന്നെ നമ്മൾ എലാബറേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം. ഇതൊക്കെയാണ് പർപ്പസസ് ഓഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയാനുള്ളത് ഫങ്ഷൻസ് ഓഫ് അസസ്മെൻ്റ് ആണ്. അസസ്മെൻറ്റ് ഡയഗ്നോസ്റ്റിക് ആണ്. കുട്ടികൾക്ക് എന്തൊക്കെയാണ് അറിയുക, എന്താണ് അവരുടെ പ്രശ്നം എന്നൊക്കെ മനസ്സിലാക്കി ഡയഗ്നോസ്റ്റിക് ആയിട്ട് നടത്തുന്നതാണ് അസസ്മെൻറ്റ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റെമഡിയൊക്കെ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതാണ് അസസ്മെൻറ്റ്. അതൊരു ഫംഗ്ഷനാണ് അസസ്മെൻറ്റിൻ്റെ. ഇനി ഫീഡ്ബാക്ക് കൊടുക്കും. അസസ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ പ്രോഗ്രസ്സും അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഫീഡ്ബാക്ക് കൊടുക്കും. നമുക്കൊരു പരീക്ഷ കഴിഞ്ഞാലും നമ്മളങ്ങനെ ചെയ്യില്ലോ. കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു പോയി, നമുക്ക് ഈ ഏരിയയിലാണ് മാർക്ക് കുറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കും. ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, പുതിയ ആയിട്ടുള്ള ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. അസസ്മെൻറ്റ് ഒരു അസസ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞാൽ അടുത്തൊരു രീതിയിൽ വേറെ രീതിയിൽ അസസ്മെൻറ്റ് നടത്താം, വേറെ രീതിയിൽ പഠിപ്പിക്കാം, അങ്ങനെ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പുതിയ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും. സെൽഫ് ഇവാലുവേഷൻ, ഈ അസസ്മെൻറ്റ് നടത്തുമ്പോൾ കുട്ടികൾക്ക് സെൽഫ് ഇവാലുവേഷൻ നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കൊടുക്കണം. അവരവർക്ക് എത്രത്തോളം വിവരമുണ്ട്, എത്രത്തോളം പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ സെൽഫ് ഇവാലുവേഷൻ നടത്താൻ പറ്റും. പിന്നെ മോട്ടിവേഷൻ, നമ്മൾ ഈ ഫീഡ്ബാക്ക് നടത്തുകയും കൊടുക്കുകയും അതേപോലെ ഡയഗ്നോസിസ് നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, അവർക്കൊരു മോട്ടിവേഷനാണ്. കുട്ടികൾക്ക് നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ പഠിക്കാനൊക്കെ ഉള്ളൊരു മോട്ടിവേഷനാണ്. പ്രിപ്പറേഷൻ ഫോർ ഫ്യൂച്ചർ, ഇതന്നെ നമ്മൾ സെൽഫ് ഇവാലുവേഷൻ നടത്തി മോട്ടിവേറ്റഡ് ആകുമ്പോൾ അവർ ഫ്യൂച്ചറിലേക്ക് നല്ല രീതിയിൽ പഠിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അവർക്കൊരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ പ്രിപ്പറേഷൻ ഫോർ ഫ്യൂച്ചർ കൂടിയാണ് അസസ്മെൻറ്റ്. നമ്മൾ പിന്നെ പറഞ്ഞു ഡയഗ്നോസ്റ്റിക്, അതൊന്നുകൂടെ വന്നതാണ്. ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസിൻ്റെ നീഡിനനുസരിച്ചിട്ട് സഹായിക്കാൻ ടീച്ചേഴ്സ് വില്ലിങ് ആവുന്നുണ്ട്. പിന്നെ ഫോർമേറ്റീവ് ആണ്, നമ്മൾ ഓൺ ഗോയിങ് പ്രോസസ്സായിട്ടാണ് അസസ്മെൻറ്റിനെ നടത്തുക. അപ്പോൾ അസസ്മെൻറ്റ് ഒരു ഓൺ ഗോയിങ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടത്തുകയാണ്. ഇയർ എൻഡ് അല്ലെങ്കിൽ കോഴ്സ് എൻഡിലൊന്നും നടത്തുന്നത് മാത്രമല്ല, പിന്നെ സമ്മേറ്റീവുമാണ്. ഫോർമേറ്റീവിൻ്റെ കൂടെ തന്നെ അസസ്മെൻറ്റ് സമ്മേറ്റീവുമാണ്. നമ്മൾ ഇയർ എൻഡിൽ കോഴ്സ് എൻഡിൽ ഒരു സമ്മേറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് നടത്തും. അക്കാഡമിക് ഇയർ അല്ലെങ്കിൽ ആ കോഴ്സ് തുടങ്ങുന്നപ്പോൾ തൊട്ടിട്ട് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടത്തും. പിന്നെ അവസാനിക്കുമ്പോൾ സമ്മേറ്റീവ് ആയിട്ടുള്ള അസസ്മെൻറ്റ് നടത്തും. ഫീഡ്ബാക്ക് കൊടുക്കും. നമ്മൾ പറഞ്ഞു ലേണിംഗ് ഗ്യാപ്പുകൾ മനസ്സിലാക്കാനും അവരുടെ ലേണിംഗ് ഔട്ട്കം അച്ചീവ് ചെയ്തോ എന്നൊക്കെ അറിയാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അസസ്മെൻറ്റ് നടത്തും. ആ അസസ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കും. അത് അവരുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ലേണിങ്ങിനെയൊക്കെ എൻഹാൻസ് ചെയ്യും. പിന്നെ ടീച്ചിങ് ടൂള്, ടീച്ചിങ്ങിന് ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ടീച്ചിങ് ടൂളുകളും മെത്തേഡുകളും സ്ട്രാറ്റജീസും ഒക്കെ ഏതൊക്കെ സെലക്ട് ചെയ്യണം, ഏതൊക്കെ ഉപയോഗിക്കണം, ഏതൊക്കെ സാഹചര്യത്തിൽ ഉപയോഗിക്കണം എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ അസസ്മെൻറ്റ് സഹായിക്കും. പിന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സെൽഫ് ഇവാലുവേഷന് സഹായിക്കും. അത്രയാണ് നമ്മുടെ ഫങ്ഷൻസ് ഓഫ് അസസ്മെൻറ്റ്. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെൻ്റ് ആണ് ഇനി പറയാനുള്ളത്. അതിൽ തന്നെ പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു സെലക്ഷൻ ഓഫ് മെത്തേഡ്സ് ഉണ്ട്, കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്, ജഡ്ജിങ് ആൻഡ് സ്കോറിംഗ്, സമ്മറൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു റിപ്പോർട്ടിംഗ് ഫൈൻഡിങ്സ്. ഇത്രയും 5 സബ് ഡിവിഷൻസ് ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെൻറ്റിൽ വരിക. അതിലാദ്യം പറയുന്നത് സെലക്ഷൻ ഓഫ് മെത്തേഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം,
കുട്ടികളെ അസസ് ചെയ്യാം. പക്ഷേ ഓരോ കോണ്ടെക്സ്റ്റിനും അനുസരിച്ചിട്ടുള്ള മെത്തേഡുകൾ വേണം നമ്മൾ ഉപയോഗിക്കാൻ. സ്പോർട്സിന് ഉപയോഗിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഒരാളുടെ അക്കാഡമിക് അച്ചീവ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ കോണ്ടെക്സ്റ്റിനും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ കോണ്ടെക്സ്റ്റിനും ചേരുന്ന രീതിയിലുള്ള അസസ്മെൻറ്റ് മെത്തേഡുകൾ വേണം ഉപയോഗിക്കാൻ. നമ്മുടെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സുമായിട്ട് വെൽ അലൈൻഡ് ആയിട്ടുള്ള മെത്തേഡുകൾ വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ അതേപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സുകൾ ഉപയോഗിക്കണം. ഒരേ മെത്തേഡ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആ മെത്തേഡിൽ എക്സലൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അതിൽ കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കുട്ടികളൊക്കെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കുട്ടികളാണ്. നമ്മൾ ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ വളരെ ഡൈവേഴ്സ് ആയിരിക്കും, വിവിധ തരത്തിലുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും നീഡ്സിനെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിക്കണം. ആ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ വാലിഡ് ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കണം. ഒരു കോൺട്രവേഴ്സിക്കുള്ള സാഹചര്യമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം ആസ് എ ടീച്ചർ. ഇനി അടുത്തത് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളിൽ നിന്ന് അസസ്മെൻറ്റ് അല്ലെങ്കിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻഫർമേഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളത് കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഒരു ഇൻഫർമേഷൻ കൊടുക്കണം, ക്ലിയർ കട്ടായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. പിന്നെ നമ്മൾ ഓരോരുത്തരുടെ അടുത്തുനിന്നും അവരുടെ ഏജിനും എബിലിറ്റീസിനും അനുസരിച്ചിട്ടാണ് നമ്മൾ അസസ്മെൻറ്റുകൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഓരോ ഡാറ്റ കളക്ട് ചെയ്യാനും ഇതേപോലെ മെത്തേഡ് സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വേരീഡ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസുകൾ ഉപയോഗിക്കണം. പിന്നെ നമ്മൾ കുട്ടികളുടെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം, ഇന്ന പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്ന് ഞാൻ ഡാറ്റ കളക്ട് ചെയ്യും, നിങ്ങളെ ഞാൻ അസസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തണം. അപ്പോൾ അത് ഇൻറ്റേർണൽ മാർക്കിൽ നിങ്ങൾ ഉൾപ്പെടുത്തുമെങ്കിൽ ഓൾറെഡി അത് പറയണം. ഇൻറ്റേർണൽ മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് നാളെ നിങ്ങൾക്ക് ഞാനൊരു ടെസ്റ്റ് പേപ്പർ നടത്തും, അപ്പോൾ അതിനനുസരിച്ച് പഠിച്ചു വന്നോളൂ. ടെസ്റ്റ് പേപ്പർ ഇത്ര മാർക്കിനുള്ളതായിരിക്കും, അതിൽ ഇത്ര മാർക്ക് കിട്ടിയാലായിരിക്കും കുട്ടികൾ പാസ്സാവുക. നിങ്ങൾക്ക് നല്ല മാർക്ക് വേണമെങ്കിൽ ഈ മാർക്കിൽ അതിന് എബോവ് വാങ്ങിക്കണം, അതിനുള്ള രീതിയിലൊക്കെ പഠിച്ചോളൂ എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഇൻഫർമേഷൻസും കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷമാണ് അവർ അസസ് ചെയ്യാനുള്ള ഡാറ്റ അവരിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത്. അടുത്തത് ജഡ്ജിങ് ആൻഡ് സ്കോറിംഗ് ആണ്. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അവരിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കുക, അവരെ അസസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ടെസ്റ്റ് പേപ്പർ നടത്തുമ്പോൾ തന്നെ പറയാം, ഇത്ര മാർക്കിനാണ്, ഇത്ര മാർക്ക് കിട്ടിയ എ ഗ്രേഡ് ആയിരിക്കും, ഇത്ര മാർക്ക് കിട്ടിയാൽ ബി ഗ്രേഡ് ആണ്, സി ഗ്രേഡ് ആണ്, ഡി ഗ്രേഡ് ആണ്, നിങ്ങൾക്ക് പാസ്സാവണമെങ്കിൽ ഇത്ര മാർക്ക് വേണം, ഇന്നതൊക്കെയാണ് എൻ്റെ സ്കോറിംഗ് ക്രൈറ്റീരിയ. നമ്മൾ നേരത്തെ CCA ഒക്കെ പഠിക്കുമ്പോൾ ഓൾറെഡി പറഞ്ഞിരുന്നു ക്രൈറ്റീരിയകൾ. ഇപ്പോൾ പ്രൊജക്റ്റ് ആയാലും അസൈൻമെൻ്റ് ആയാലും സെമിനാർ ആയാലും ഡിബേറ്റ് ആയാലും ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. ഇനി ക്രൈറ്റീരിയ ഇപ്പോൾ പ്രസൻറ്റേഷൻ സെമിനാർ നടത്തുമ്പോൾ അതിൽ കണ്ടന്റിനൊരു മാർക്കുണ്ട്. എന്തൊക്കെ കണ്ടന്റ് പറഞ്ഞു, നിങ്ങൾക്ക് നോളജ്ഫുൾ ആണോ എന്നുള്ളതിനൊരു മാർക്കുണ്ട്, എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് മാർക്കുണ്ട്, ഓഡിയൻസുമായിട്ട് നിങ്ങൾ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതിന് മാർക്കുണ്ട്. അപ്പോൾ ഇന്ന ക്രൈറ്റീരിയക്കൊക്കെയാണ് മാർക്ക് വരിക എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ സ്കോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുക, ഇറലവൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സൊക്കെ അവോയ്ഡ് ചെയ്ത് കളയും. നമ്മുടെ ഒരു ബയസൊന്നും ഇല്ലാതെ, ടീച്ചറുടെ ഒരു ബയസൊന്നും ഇല്ലാണ്ട് അനാവശ്യമായ കാര്യങ്ങൾക്ക് മാർക്കൊക്കെ കൊടുത്ത് ആ കുട്ടി പാവല്ലേ എന്ന് വിചാരിച്ച് മാർക്ക് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. ഫെയർ ആയിട്ടുള്ള അസസ്മെൻറ്റ് നടത്തുക. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് ഫെയർ ആയിട്ട് അപ്പീൽ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടെ കൊടുക്കണം. കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു പോയി, ഞാനിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ ടീച്ചറെ, അതെന്തേ ഇപ്പം പ്രശ്നം പറ്റി, ഇതിൽ മാർക്ക് ഇട്ട് കാണാല്ലേ എന്ന് ഒരു കുട്ടി ചോദിച്ച് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായി കൊടുക്കാം. അങ്ങനെ എല്ലാവരും പേപ്പർ കൊണ്ടുപോയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ തിരികെ എഴുതി കൊടുത്തിട്ട് വീണ്ടും പറയാമെന്നല്ല, ഫെയർ ആയിട്ടുള്ളൊരു അപ്പീൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആസ് എ ടീച്ചർ നമുക്കത് മനസ്സിലാവും. അതിനുള്ളൊരു ചാൻസ് കുട്ടികൾക്ക് കൊടുക്കും വേണം. അതല്ലാണ്ട് ടീച്ചർ ഇനി ആരും ഞാൻ തന്ന മാർക്ക് തന്നെയാണ് ഫൈനൽ ആരും എൻ്റെ അടുത്ത് ചോദിച്ച് വരണ്ട എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യരുത്. അടുത്തത് സമ്മറൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആണ്. അതിലെന്താ പറയുന്നത്, നമ്മൾ റിസൾട്ട് ഇപ്പോൾ പരീക്ഷ തന്നെ എടുത്തു എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അസസ്മെൻറ്റോ പ്രൊജക്റ്റോ അതിനൊക്കെ നമ്മൾ മാർക്ക് ഇട്ടു, അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ജസ്റ്റിഫയബിൾ ആയിട്ട് അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ ഇപ്പോൾ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടത്തുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെത്തേഡ്സ് നടത്തും. അതിൻ്റെ മൾട്ടിപ്പിൾ റിസൾട്ട്സുകളും ഗ്രേഡുകളും ഒക്കെ വിജയിച്ചിട്ട് നല്ല ഒരു കൃത്യമായിട്ട് വേണം നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. ഒരു കുട്ടീനെ പറ്റിയിട്ടുള്ള ആ കുട്ടിയുടെ അച്ചീവ്മെൻറ്റിനെ പറ്റിയിട്ടും സ്കില്ലുകളും ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കൃത്യമായിട്ട് മൾട്ടിപ്പിൾ മെത്തേഡ്സിനെ ഉപയോഗിച്ചിട്ടുണ്ടാണ്. അതിനൊക്കെ കൃത്യമായിട്ട് നമ്മൾ അസസ് ചെയ്തെടുക്കണം. അതേപോലെ കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടും ലേണിംഗ് എക്സ്പീരിയൻസുകളും അവരുടെ മൊത്തത്തിലുള്ള സാഹചര്യം കൂടെ കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ അവരുടെ അച്ചീവ്മെൻറ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട്.
അവർക്കുള്ള മാർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം എന്നല്ല, അവർ ആ മാർക്ക് എല്ലാം കൂടെ നമ്മൾ ഇതാക്കിയിട്ട് നോക്കുമ്പോൾ ഇവൻ തീരെ പഠിക്കില്ല എന്ന് നമ്മൾ ഒന്ന് മൊത്തം മാർക്ക് കണ്ടിട്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കിയെടുക്കുക, അല്ലെങ്കിൽ അതിൽ നിന്നൊരു സമ്മറൈസേഷൻ ഉണ്ടാക്കുന്നതിന് മുന്നേ എന്തുകൊണ്ട് പഠിക്കുന്നില്ല, എന്തായിരുന്നു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് നന്നായിരിക്കും. അടുത്തത് റിപ്പോർട്ടിംഗ് ഫൈൻഡിങ്സ് ആണ്. പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു റിപ്പോർട്ടിംഗ് ഫൈൻഡിങ്സ്. റിപ്പോർട്ട്സ് എന്തൊക്കെ ഉണ്ടാവണം? ഹൈലൈറ്റ് ഗോൾസ്, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മൾ ഇപ്പോൾ പ്രോഗ്രസ് കാർഡ് പോലെയൊക്കെ വരുമ്പോൾ അതിൽ എന്തുണ്ടാവണം? നമ്മൾ മാർക്ക് കിട്ടി, അതിൽ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, എത്രത്തോളം എന്താണ് ഗോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ, ആ റിപ്പോർട്ട് നമ്മൾ ഫൈൻഡിങ്സിനെ റിപ്പോർട്ട് ആക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവണം. പിന്നെ ഈ റിപ്പോർട്ട്സ് നമ്മൾ എന്ത് ചെയ്യണം? ടീച്ചേഴ്സും പാരൻസും സ്റ്റുഡൻസും ആയിട്ട് 3 കൂട്ടരും കൂടെ കൂടിയിരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണം. നമ്മുടെ പാരൻസ് മീറ്റിംഗ് പോലെ തന്നെ. അതേപോലെ ഒരു ക്ലാരിറ്റിയും കോൺഫിഡൻഷ്യാലിറ്റിയും ഫെയർനെസ്സും ഒക്കെ ഉണ്ടാവണം നമ്മുടെ ഈ റിപ്പോർട്ടിങ്ങിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രോഗ്രസ് കാർഡൊക്കെ സൈൻ ചെയ്യുമ്പോൾ പൊതുവെ എങ്ങനെ ഉണ്ടാവുക? ഓരോ സബ്ജക്റ്റിൻ്റെ ടീച്ചറും ഇരിക്കും, ആ കുട്ടി ഉണ്ടാവും, ആ കുട്ടിയുടെ പാരൻറ്റും ഉണ്ടാവും. അവർ 3 പേരും കൂടെ, 3 or 4 2 പാരൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ അവർ മാത്രം ഇരുന്നിട്ട് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സംസാരങ്ങളായിരിക്കും. അപ്പോൾ അതിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്ത കാര്യം, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ആ ടീച്ചറുടെ അടുത്ത് പറയും. അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും, അത് പുറത്തേക്ക് പോകുന്നില്ല, ടീച്ചറിൻ്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ ഫെയർ ആയിരിക്കണം. നമ്മൾ പ്രീ ജഡ്ജ്ഡ് ആയിട്ട് നമ്മളിങ്ങനെ അതിങ്ങനെ വിചാരിച്ചിട്ട് ഈ കുട്ടി ഇങ്ങനെ തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ് പഠിക്കാത്തത്, അവൻ അങ്ങനെ കറങ്ങി നടന്നിട്ടാണ് പഠിക്കാത്തത്, അങ്ങനെ നമ്മളിങ്ങനെ ജഡ്ജ്മെൻ്റലായിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യരുത്? ഒരു കുട്ടീനെയും കാണരുത്. വളരെ ഫെയർ ആയിട്ട് വേണം കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചില പാരൻസ് മീറ്റിങ്ങിനൊക്കെ പോയാൽ ചില കുട്ടികളുടെ പാരൻസൊക്കെ വന്നിരിക്കുമ്പോൾ ചില ടീച്ചേഴ്സ് ഇങ്ങനെ വളരെ ഹാർഷായിട്ട് പറയാം, അല്ലെങ്കിൽ ഇവൻ എങ്ങനെ പഠിക്കില്ല, ഇവനെ കണ്ടറിയാലോ, അങ്ങനെ എങ്ങനെയെന്നുള്ള രീതിയിൽ, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യരുത്? മുന്നോട്ട് പോകാണ്ട് വളരെ ഫെയർ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത്രയാണ് ഈ യൂണിറ്റിൽ പറയാനുള്ളത്. വളരെ ചെറിയൊരു യൂണിറ്റാണ് ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ അതിൽ അസസ്മെൻ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് എല്ലാം വരുന്നത്. എല്ലാതും ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ പഠിക്കാനും സുഖമാണ്. കുറച്ച് പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടോപ്പിക്കിലും എന്ത് ചെയ്യാം? ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വായിക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.